1 കോടി രൂപയുടെ ടിക്കറ്റ് അടിച്ചു, പക്ഷേ അത് നഷ്ടപ്പെട്ടു. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ടിക്കറ്റ് ഇവിടെ കൊണ്ടുവരുന്നു. പല ടിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ ഞാൻ 34, 88, 22 നമ്പർ ടിക്കറ്റ് ഞാൻ എടുക്കുന്നു. 12 ടിക്കറ്റ് സെയിം ആയിട്ട് എടുത്തു. അത് വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് ഞറക്കെടുപ്പ്, അതിൻ്റെ 15-ാം തീയതിയാണ് ഞറക്കെടുപ്പ്. ആളുടെ പേര് കണ്ണൻ, നടന്ന് വിൽക്കുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കും. സംഭവിച്ചത് പിന്നെ അമ്മച്ചിക്ക് ഒരു 500 രൂപ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ചായ കുടിക്കാനായിട്ട് പോയിട്ട് വന്നപ്പോൾ മുന്നേ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഇവിടെ വന്നു. പയ്യനോട് ഞാൻ പറയടേ ഇതിൽ 500 രൂപ പ്രൈസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതിൽ 500 രൂപ പ്രൈസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചായ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉടനെ പറഞ്ഞു അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, 100 രൂപ പ്രൈസേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ 100 രൂപ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 100 രൂപ പ്രൈസിൻ്റെ ടിക്കറ്റ് പൈസയും തന്നെ ടിക്കറ്റും എടുത്തുകൊണ്ട് അങ്ങ് പോയി. പിന്നീട് എങ്ങനെ തിരിച്ചറിയുന്നത് ഈ 1 കോടി രൂപ അടിച്ചിട്ടുണ്ടെന്ന്? അതെ, ഞാൻ ഇവിടുന്ന് കച്ചവടം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. പ്രഭ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് ഈ നമ്പർ കണ്ടത്. ഈ നമ്പർ ഇവൻ നടന്നു വന്നപ്പോൾ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് അമ്മച്ചിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ടിക്കറ്റാണെന്ന് പറഞ്ഞു. അമ്മയ്ക്കുള്ള നമ്പറാണ് അവൻ്റെ കയ്യിൽ വശം ഇരുന്നത്. ഞാൻ ഇവിടുന്ന് പോണ വഴിക്ക് അവനെ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ടിക്കറ്റ് ഞാൻ പൈസ കൊടുക്കാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല. അത് അമ്മച്ചിക്കുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തി. ഞാൻ കാര്യം പറഞ്ഞു, നിങ്ങളെ മോന് ലോട്ടറി അടിച്ച് നിങ്ങൾക്ക് തന്ന ടിക്കറ്റിലല്ലേ പ്രൈസ് അടിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് കയ്യിരുന്ന ടിക്കറ്റ് എടുത്ത് കാണിച്ചു. എൻ്റെ കയ്യിലിരുന്ന റിസൾട്ട് നോക്കിയപ്പോൾ അപ്പോൾ അമ്മച്ചിക്കാണ് പ്രൈസ് അടിച്ചത്. തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ വല്ലതും പറയുന്നുണ്ടോ? ഈ ടിക്കറ്റിന്റെ പൈസയോ? പോലീസുകാർ നമ്മളോട് പറഞ്ഞ് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പയ്യൻ കുറ്റം സമ്മതിച്ചല്ലോ. അവനൊരു കയ്യാബദ്ധം പറ്റിയതായിരിക്കണം. ഒരു തിരിച്ചു തന്നാൽ അവനൊരു 10 ലക്ഷം രൂപ അല്ല അത് കിട്ടുമല്ലോ. ഇതിൻ്റെ DC കിട്ടും. പിന്നെ നമുക്ക് തിരിച്ചു തന്നാൽ നമ്മൾ എന്തെങ്കിലും സഹായം അവന് ചെയ്യത്തില്ലല്ലോ. ലോട്ടറി എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ കച്ചവടം നടത്തി? 5 വർഷമായി സാറേ. എനിക്കൊരു വീടോ സ്ഥലമോ ഒന്നുമില്ല. അപ്പോൾ ആ പൈസ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയല്ലേ? നമുക്കൊരു വീട് വെക്കണം, അല്ല മാറി മറിയണമെന്ന് പറഞ്ഞ് സന്തോഷിക്കൊരു വീട് വെച്ച് ആ കുര കയറി കിടക്കാൻ എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. മോൻ്റെ 5ാമത്തെ വയസ്സിൽ. അന്ന് തൊട്ടേ ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കണ്ണൻ എന്ന പ്രതിയെ എന്തായാലും പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ പണം എന്ന് ഈ അമ്മയ്ക്ക് തിരികെ കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. അതിനുള്ള നടപടികൾ ലോട്ടറി വകുപ്പിൽ നിന്നും നിയമ സംവിധാനത്തിൽ നിന്നുമെല്ലാം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. VS അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.